വർഷം 1982. കൃത്യമായി പറഞ്ഞാൽ 1982 ജൂൺ 6-ാം തീയതി ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ പീസ് ഫോർ ഗലീലി എന്ന പേരിൽ തെക്കൻ ലെബനനിലേക്ക് ഒരു അധിനിവേശം ആരംഭിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഈ അധിനിവേശത്തെ ചെറുക്കാനായി ലെബനനിൽ ഒരു സംഘടന രൂപവൽക്കരിക്കപ്പെടുകയാണ്. പിന്നീട് ഈ സംഘടന ലെബനനിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുകയാണ്. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ സംഘടനയെ പല ലോകരാജ്യങ്ങളും ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ പാർട്ടി എന്നർത്ഥം വരുന്ന ഈ സംഘടനയുടെ പേര് ഹിസ്ബുള്ള എന്നതായിരുന്നു. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഹിസ്ബുള്ള എന്ന സംഘടനയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഹിസ്ബുള്ളയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലെബനൻ അധിനിവേശത്തെ ചെറുക്കാനാണ് ഈ സംഘടന ലെബനനിലെ പുരോഹിതന്മാർ രൂപീകരിക്കുന്നത്. ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ആയത്തുള്ള റുഹോല ഖൊമേനി മുന്നോട്ട് വെച്ച മാതൃകയാണ് സംഘടന സ്വീകരിച്ചത്. ഖൊമേനി തിരഞ്ഞെടുത്ത ഹിസ്ബുള്ള എന്ന പേരാണ് ഈ സംഘടനയ്ക്ക് സംഘടനാ സ്ഥാപകർ നൽകുന്നത്. ഇതിനുശേഷം ഇറാനുമായി ഹിസ്ബുള്ള അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നതും നമുക്ക് കാണാം. 1982 ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കാൻ വിവിധ ലെബനീസ് ഷിയ ഗ്രൂപ്പുകളെ ഹിസ്ബുള്ളയിലേക്ക് കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നതാണെങ്കിലും അതോടൊപ്പം ലെബനനിലെ എല്ലാ വിദേശ ശക്തികളെയും ലെബനനിൽ നിന്നും പുറത്താക്കുക എന്നതും കൂടി സംഘടന ലക്ഷ്യം വയ്ക്കുന്നു. 1980 കാലഘട്ടത്തിൽ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ മിലിറ്ററി സാന്നിധ്യം ലെബനനിൽ ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇക്കാരണത്താൽ തന്നെ 1983 ഹിസ്ബുള്ള അമേരിക്കൻ എംബസിക്കെതിരെയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെയുമൊക്കെ പലതരത്തിലുള്ള ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. ഇത് നിരവധി പേരുടെ ജീവൻ കവരുകയും തൽഫലമായി അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ മിലിറ്ററി ലെബനനിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്യാനിടയാക്കി. പിന്നീട് പ്രധാനമായും ഇസ്രായേലിനെ മാത്രം ഫോക്കസ് ചെയ്ത ഹിസ്ബുള്ളയ്ക്കെതിരെ ആദ്യമൊക്കെ വളരെ ശക്തമായി ഇസ്രായേൽ കരുക്കൾ നീക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ലെബനനിൽ തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനും ഇസ്രായേലിന് സാധിച്ചു. എന്നാൽ പിന്നീട് ലെബനനിലെ ജനങ്ങളുടെ സ്വീകാര്യത നേടിയെടുത്ത ഹിസ്ബുള്ള ശക്തമായ സൂയിസൈഡ് ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുകയും ഒടുവിൽ 1985 ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്നും ഭാഗികമായി പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത് ഹിസ്ബുള്ളയുടെ ആദ്യ പ്രധാന വിജയമായി പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നുണ്ട്. എങ്കിലും 2000 കൂടിയാണ് ഇസ്രായേൽ ലെബനനിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുന്നത്. 1990 മുതൽ ഹിസ്ബുള്ളയുടെ ലെബനനൈസേഷൻ എന്ന പേരിൽ ലെബനൻ രാഷ്ട്രീയത്തിൽ ഹിസ്ബുള്ള പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് ഹിസ്ബുള്ള ഗവൺമെൻറ് ഓഫ് ലെബനനിലും അതോടൊപ്പം ലെബനനിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും ചേരുകയും ചെയ്യുന്നതും ചരിത്രത്തിൽ കാണാം. രാഷ്ട്രീയത്തിലും ശോഭിക്കാൻ ഹിസ്ബുള്ളയ്ക്കായി എന്നത് ഇതിനോട് ചേർത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2008 ഹിസ്ബുള്ളയും അതിൻ്റെ സഖ്യകക്ഷികളും 30 ക്യാബിനറ്റ് സീറ്റുകളിൽ 11 നേടിയത് ഇതിനെ സാധൂകരിക്കുന്നു. 2005 മാർച്ച് മുതൽ ലെബനനിലെ മാർച്ച് 8 സഖ്യത്തിലെ ഒരു പ്രധാന കക്ഷിയാണ് ഹിസ്ബുള്ള. നിലവിൽ ലെബനനിൽ ഷിയ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന 2 പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ഹിസ്ബുള്ള. കൂടാതെ ലെബനൻ പാർലമെൻറ്റിലെ 128 സീറ്റുകളിൽ 14 ഹിസ്ബുള്ളയാണ് കൈവശം വെച്ചിരിക്കുന്നത്. 1980 കാലഘട്ടങ്ങൾക്ക് ശേഷം 2006 ഇസ്രായേലുമായി ഒരു പ്രധാനപ്പെട്ട യുദ്ധം ഹിസ്ബുള്ള നടത്തുന്നത്. 2006 ജൂണിൽ നടന്ന ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ അതിർത്തികൾ ഭേദിച്ച് ഹിസ്ബുള്ള ഒരാക്രമണം നടത്തുകയും
ഈ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും അതോടൊപ്പം 2 ഇസ്രായേൽ സൈനികരെ ഹിസ്ബുള്ള തടവിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കുകയാണ്. 2ാം ലെബനൻ യുദ്ധം എന്നാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന ഇടപെട്ട് വെടിനിർത്തൽ കരാറിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ഈ യുദ്ധത്തിന് ശേഷം ഇപ്പോഴാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത്. ഇനി ഹിസ്ബുള്ളയ്ക്ക് പ്രധാനമായും ധനസഹായം ലഭിക്കുന്നത് ഇറാനിയൻ സർക്കാർ, ലെബനീസ് ബിസിനസ് ഗ്രൂപ്പുകൾ, മറ്റ് ഇസ്ലാമിക ഗ്രൂപ്പുകൾ, ഷിയ ലെബനീസ് നൽകുന്ന നികുതികൾ എന്നിവയിൽ നിന്നുമൊക്കെയാണ്. അതോടൊപ്പം തങ്ങൾക്ക് തങ്ങളുടേതായ നിക്ഷേപ പോർട്ട്ഫോളിയോയിലൂടെയും വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഹിസ്ബുള്ള പറയുന്നു. ഹിസ്ബുള്ള സാമൂഹിക വികസന പരിപാടി എന്ന നിലയിൽ ആശുപത്രികൾ, വാർത്താവിനിമയ സേവനങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയൊക്കെ നടത്തുന്നുണ്ട്. ഇനി ഹിസ്ബുള്ളയുടെ സായുധ ശക്തിയിലേക്ക് വരുമ്പോൾ കൗതുകകരമായ ഒരു കാര്യം, ഹിസ്ബുള്ള തങ്ങളുടെ സായുധ ശക്തി വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നാൽ ദുബായ് ആസ്ഥാനമായുള്ള ഗൾഫ് റിസർച്ച് സെൻറ്റർ 2006 പുറത്തുവിട്ട കണക്ക് പ്രകാരം ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗം എന്നത് 1000 മുഴുവൻ സമയ ഹിസ്ബുള്ള അംഗങ്ങളും 6000 മുതൽ 10,000 വരെ സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്നതാണ്. ഇറാനിയൻ ഫാർസ് ന്യൂസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ഹിസ്ബുള്ളയ്ക്ക് 65,000 വരെ പോരാളികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. 2010 കണക്കനുസരിച്ച് ഹിസ്ബുള്ളയുടെ പക്കൽ 45,000 റോക്കറ്റുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 29 കിലോമീറ്റർ ദൂരപരിധിയും 15 കിലോഗ്രാം വാർഹെഡും വഹിക്കുന്ന കത്യുഷ 122 എന്ന റോക്കറ്റ് ഹിസ്ബുള്ളയുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ 100ഓളം ദീർഘദൂര മിസൈലുകൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. അവയിൽ ഇറാനിയൻ നിർമ്മിത ഫജർ 3, ഫജർ 5 എന്നിവ ഉൾപ്പെടുന്നു. ഫജർ 3 മിസൈലുകൾക്ക് 40 കിലോമീറ്റർ ദൂരപരിധിയും 45 കിലോഗ്രാം വാർഹെഡും, ഫജർ 5 മിസൈലുകൾക്ക് 72 കിലോമീറ്റർ ദൂരപരിധിയും 45 കിലോഗ്രാം വാർഹെഡുമാണുള്ളത്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ നിർമ്മിത AT-3 സാഗർ, AT-4 സ്പിഗോട്ട്, AT-5 സ്പാൻഡ്രൽ തുടങ്ങിയ മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. വ്യോമ പ്രതിരോധത്തിനായി ഹിസ്ബുള്ളയുടെ പക്കൽ ZU-23 പീരങ്കികളും SA-7, SA-18 ഉപരിതല ആകാശ മിസൈലുകളുമുണ്ട്. ഇതോടൊപ്പം ഹിസ്ബുള്ളയ്ക്ക് ജിഹാദ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ഒരു സൈനിക ശാഖയുമുണ്ട്. 2010 ഏപ്രിലിൽ US പ്രതിരോധ സെക്രട്ടറി റോബർട്ട് ഗേറ്റ്സ് ഹിസ്ബുള്ളയുടെ പക്കൽ ഭൂരിഭാഗം രാജ്യങ്ങളെക്കാൾ കൂടുതൽ മിസൈലുകളും റോക്കറ്റുകളും ഉണ്ടെന്നും സിറിയയും ഇറാനും സംഘടനയ്ക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. ഇനി ഹിസ്ബുള്ളയുടെ വിദേശ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ ഇറാനുമായും സിറിയയുമായും ഹിസ്ബുള്ളയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് അൽ ഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് അമേരിക്കൻ ഇസ്രായേലി തീവ്രവാദ വിരുദ്ധ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ അവകാശവാദത്തെ ഹിസ്ബുള്ള പൂർണ്ണമായും തള്ളിക്കളയുകയാണുണ്ടായത്. അവസാനമായി ഉയരുന്ന ഒരു ചോദ്യം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹിസ്ബുള്ള എന്താണ് എന്നുള്ളതാണ്. എന്നാൽ ഹിസ്ബുള്ള എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ, ഒരു തീവ്രവാദ ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണോ, അതുമല്ലെങ്കിൽ ഇവയുടെയൊക്കെ ഒരു സംയോജന സംഘടനയാണോ എന്നുള്ളത് ഇന്നും ഒരു തർക്ക വിഷയമാണ്.